ഹായ്, സേവ് ആപ്പിലൂടെ നമുക്ക് റീചാർജ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് നമ്മൾ സേവ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ പതുക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ താഴേക്ക് വന്ന് മൊബൈൽ റീചാർജ് എന്ന ഓപ്ഷൻ കാണും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. മൊബൈൽ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മേലെ കണ്ടില്ലേ എൻ്റർ മൊബൈൽ നമ്പർ, ജസ്റ്റ് അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണോ നമ്മുടെ പ്രൊവൈഡർ, എയർടെൽ ആണോ, BSNL ആണോ, ജിയോ ആണോ, VI ആണോ, ഏതാണോ നമ്മൾ കൊടുക്കുന്ന റീചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഫോൺ നമ്പർ ഏതാണോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യും. ഞാൻ ജിയോ ആണ് റീചാർജ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ജിയോ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് റീചാർജ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ് എന്നാൽ ഡാറ്റയാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ഞാൻ 103 രൂപയുടെ ഡാറ്റ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ അടുത്തതിൽ സബ്മിറ്റ് എന്ന് കാണിക്കുന്നു. ജസ്റ്റ് ആ സബ്മിറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് നമ്മുടെ പേയ്മെൻറ്റിലേക്കാണ്. ഇത് UPI ഉണ്ട്, കാർഡുണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്. ഞാൻ UPI സെലക്ട് ചെയ്യുന്നു. UPI സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ എത്ര UPI ആപ്പുകളുണ്ടോ അതെല്ലാം കൂടെ കാണിക്കും. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഗൂഗിൾ പേ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ സുബ്രഹ്മണ്യം എന്നുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേയാണ് ഞാനൊരു ഓപ്പൺ ആപ്ലിക്കേഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. എന്നിട്ട് താഴെ കണ്ടില്ലേ പേ 100, ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് സ്ക്രീൻ നമ്മൾ കൊടുത്ത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ UPI പാസ്കോഡ് കൊടുത്ത് അത് സെൻഡ് ചെയ്യാം. UPI പാസ്കോഡ് കൊടുത്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീചാർജ് സക്സസ് ആയി കഴിഞ്ഞാൽ ഒരു ടൂണോട് കൂടിയിട്ട് നമ്മുടെ ഹിസ്റ്ററിയിൽ, നമ്മുടെ റീചാർജ് ഹിസ്റ്ററിയിൽ നമ്മൾ റീചാർജ് ചെയ്ത ഫോൺ നമ്പർ, അത് പേയ്മെൻറ്റ് സക്സസ്, റീചാർജ് സക്സസ് എന്നുള്ള ഹിസ്റ്ററി കാണാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റീചാർജ് ചെയ്യേണ്ടത്. താങ്ക് യു.